MS വേർഡിൽ ടേബിൾ എങ്ങനെയാണ് ഫോർമുല ഇൻസേർട്ട് ചെയ്യുന്നത്? നമസ്കാരം. വേർഡിലെ ടേബിളിൽ എങ്ങനെയാണ് ഫോർമുല ഇൻസേർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിനായി ഞാൻ 4 റീജിയനിലുള്ള സെയിൽസ്മാൻമാരുടെ ടോട്ടൽ സെയിൽസ് ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈസ്റ്റ്, സൗത്ത്, നോർത്ത്, വെസ്റ്റ് എന്നുള്ള റീജിയന്റെ ടോട്ടലും അതുപോലെ തന്നെ സെയിൽസ്മാൻമാരുടെ പേരും അടങ്ങിയ ഒരു ടേബിളാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ 6 കോളമുള്ള ടേബിൾ സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കോളം മാത്രമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം റോ വേണോ അത്രയും റോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഏറ്റവും ലാസ്റ്റ് കോളത്തിൽ കർസർ വെച്ചതിന് ശേഷം ടാബ് കീ പ്രസ് ചെയ്താൽ മതിയാകും. അപ്പൊ ഞാൻ ഇവിടെ ഹെഡിങ് കൊടുക്കാനാണ് പോകുന്നത്. നെയിം എന്ന് കൊടുക്കുന്നു. ഇനി ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സെയിൽസ്മാൻമാരുടെ റീജിയൻ വൈസ് സെയിൽസ് ആണ് ഞാനിവിടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈസ്റ്റ്, സൗത്ത്, നോർത്ത്, വെസ്റ്റ്. ഇനി നെക്സ്റ്റ് കോളത്തിൽ എനിക്ക് ടോട്ടൽ ആണ് വേണ്ടത്. അതായത് ഓരോ സെയിൽസ്മാൻമാരുടെയും സെയിൽസിന്റെ ടോട്ടലാണ് എനിക്ക് വേണ്ടത്. അപ്പൊ നെക്സ്റ്റ് കോളത്തിൽ ഞാൻ ടോട്ടൽ എന്ന് കൊടുത്തു. ഇനി ഇവിടെ വെച്ചിട്ട് ഞാൻ ടാബ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു റോ ക്രിയേറ്റഡ് ആവും. അപ്പൊ ഇവിടെ ഞാൻ എ എന്നുള്ള സെയിൽസ്മാന്റെ സെയിൽസ് ആണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. ഈ കോളത്തിൽ എനിക്ക് ടോട്ടൽ വേണം. അത് അവസാനം ഞാൻ എങ്ങനെയാണ് ഫോർമുല വരുന്നത് എന്ന് പറഞ്ഞു തരാം. നെക്സ്റ്റ് ഞാൻ ബി എന്ന സെയിൽസ്മാന്റെ സെയിൽസ് എൻ്റർ ചെയ്യാണ്. ദെൻ സി. ഇനി നെക്സ്റ്റ് റോയിലെ എനിക്ക് ഓരോ റീജിയൻ വൈസ് ടോട്ടലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ റീജിയൻ ടോട്ടൽ എന്ന് ഹെഡിങ് കൊടുക്കുകയാണ്. എനിക്ക് ഈ കോളത്തിലെ ഈസ്റ്റ് റീജിയന്റെ ടോട്ടൽ സെയിൽസ് എത്രയാണ് എന്നാണ് എനിക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഓരോ റീജിയന്റെ ടോട്ടലാണ് എനിക്ക് വേണ്ടത്. ഈ ടോട്ടൽ എന്ന് കാണുന്ന ഈ കോളത്തിൽ എനിക്ക് വേണ്ടത് ഓരോ സെയിൽസ്മാൻമാരുടെയും ടോട്ടൽ സെയിൽസ് ആണ് എനിക്ക് ഇവിടെ വേണ്ടത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഇതിൽ ഫോർമുല ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ടാബില് വേർഡില് നിങ്ങൾക്ക് ഫോർമുല എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നില്ല എങ്കിൽ അത് എങ്ങനെ ആഡ് ചെയ്യണം, ഒരു കമാൻഡ് എങ്ങനെ ആഡ് ചെയ്യണം എന്ന് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. ഇത് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നമുക്ക് ഏത് ടാബിലാണോ ആ കമാൻഡ് വേണ്ടത് ആ ടാബിൽ നമുക്ക് ആ ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഇൻസേർട്ട് എന്നുള്ള ടാബിലാണ് ഫോർമുല എന്നുള്ള ആ ഒരു കമാൻഡ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മോർ കമാൻഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കമാൻഡ്സുകൾ കാണാനായിട്ട് പറ്റും. ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് സെലക്ഷൻ വന്നിട്ടുണ്ടാവുക ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലാണ്. നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലല്ല പുതിയ കമാൻഡ് വേണ്ടത്, നമുക്ക് റിബണിലാണ് വേണ്ടത്. അതായത് ഇൻസേർട്ട് എന്നുള്ള ടാബിനകത്താണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ കസ്റ്റമൈസ് റിബൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടുത്ത കോളത്തിൽ നിന്ന് നമുക്ക് പോപ്പുലർ കമാൻഡ് എന്നുള്ളിടത്തു നിന്ന് ഓൾ കമാൻഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓൾ കമാൻഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ ഒരുപാട് കമാൻഡ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്നും ഫോർമുല എന്നുള്ള കമാൻഡ് സെലക്ട് ചെയ്യാം. ഫോർമുല എന്നുള്ള കമാൻഡ് സെലക്ട് ചെയ്യാം. ഇനി ഏത് ടാബിന്റെ കീഴിലാണോ ഈ ഫോർമുല എന്നുള്ള കമാൻഡ് ആഡ് ചെയ്യേണ്ടത് ആ കമാൻഡ് സെലക്ട് ചെയ്തതിന് ശേഷം ആ ടാബ് സെലക്ട് ചെയ്തതിന് ശേഷം പുതിയൊരു ഗ്രൂപ്പിലോ ടാബിലോ ആണ് നമുക്ക് ഈ മെനുകൾ അല്ലെങ്കിൽ ഈ കമാൻഡ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസേർട്ടിൽ ഇപ്പൊ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല ആഡ് ചെയ്യണമെങ്കിൽ ഫോർമുല സെലക്ട് ചെയ്തു ആഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഒരു വാണിംഗ് ആണ് വരിക.
നിങ്ങൾക്ക് ഒരു ന്യൂ ടാബിലോ അല്ലെങ്കിൽ ന്യൂ ഗ്രൂപ്പോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കമാൻഡ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇൻസേർട്ട് എന്നുള്ള ടാബിനകത്താണ് എനിക്ക് വേണ്ടത്. ഞാൻ ഇവിടെ ഓൾറെഡി ഫോർമുല എന്നുള്ള കമാൻഡ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ഫോർമുല എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ കണ്ട ആഡ് എന്നുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആവും. അതിനുശേഷം ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്തിട്ട് ന്യൂ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ ഇൻസേർട്ട് ടാബിനകത്ത് പുതിയൊരു ഗ്രൂപ്പ് ആഡ് ആയിട്ട് നമുക്ക് കാണാം. അതിൽ ഞാൻ ഇതിന്റെ പേര് ഞാനൊന്ന് റീനെയിം ചെയ്യാണ്. ഞാൻ അതിൽ ഫോർമുല എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഇപ്പൊ പുതിയൊരു ഗ്രൂപ്പ് മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതിലേക്ക് ഈ കമാൻഡ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി കമാൻഡ് സെലക്ട് ചെയ്യുക, ദെൻ ആഡ് എന്നുള്ള ഓപ്ഷൻ പറയാം. അപ്പൊ ഈ പുതിയ ഒരു ഗ്രൂപ്പിലേക്ക് ഫോർമുല എന്നുള്ള കമാൻഡ് ആഡ് ആയതായി കാണാം. അതിനുശേഷം ഓക്കെ പറയാം. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസേർട്ട് ടാബിൽ ഈ ഫോർമുല എന്നുള്ള കമാൻഡ് വന്നിട്ടുണ്ടാവും. നമുക്ക് എവിടെയാണോ ഫോർമുല ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ കർസർ കൊണ്ടുപോയി വെക്കുക, ഫോർമുലയില് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് റീജിയൻ വൈസ് ടോട്ടൽ ആണ്, അതായത് സം ആണ് വേണ്ടത്. അപ്പൊ ആ ഇക്വേഷൻ ആണ് വന്നിട്ടുണ്ടാവുക. ആ ഇക്വേഷൻ സെലക്ട് ചെയ്യുക, അതായത് സം എബോവ്. എന്റെ കർസർ ഇരിക്കുന്ന റീജിയൻ എന്നുള്ള ആ ഈസ്റ്റ് എന്നുള്ള കോളത്തിന്റെ ഏറ്റവും താഴത്തെ റോയിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിലുള്ള റോകളുടെ സമ്മ് തന്നെയാണ് എനിക്ക് വേണ്ടത്. അപ്പൊ സം എബോവ് എന്നുള്ള ഓപ്ഷൻ ആണ് വരിക. അതിൽ ഞാൻ ഓക്കെ പറയാം. അപ്പം ഈസ്റ്റ് എന്നുള്ള ആ റീജിയണിന്റെ ടോട്ടൽ ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. ഈ സൗത്തിന്റെ ടോട്ടൽ വേണം, നോർത്തിന്റെ ടോട്ടൽ വേണം, വെസ്റ്റിന്റെ ടോട്ടൽ വേണം. ഒരു തവണ നമ്മൾ ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതിനു വേണ്ടിയിട്ട് F4 എന്നുള്ള ഫംഗ്ഷൻ കീ പ്രസ് ചെയ്താൽ മതിയാകും. കർസർ സൗത്ത് എന്ന കോളത്തിന്റെ ലാസ്റ്റ് റോയിൽ വെക്കുന്നു, F4 എന്നുള്ള കീ പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നോർത്തിന്റെ താഴെ വെക്കുന്നു, F4 എന്നുള്ള ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക, വീണ്ടും F4 പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോ റീജിയൻ വൈസ് ടോട്ടൽ നമുക്ക് കിട്ടും. ഇനി ഏറ്റവും റൈറ്റ് സൈഡിലുള്ള കോളത്തിൽ എനിക്ക് വേണ്ടത് സെയിൽസ്മാൻമാരുടെ ടോട്ടലാണ്. അതായത് ആ കോളത്തിന്റെ ലെഫ്റ്റിലുള്ള കോളങ്ങളുടെ ടോട്ടലാണ് എനിക്ക് വരേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമുലയിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ നേരത്തെ കണ്ടത് നമ്മൾ സം എബവ് ആണെങ്കിൽ ഇപ്പൊ ഓട്ടോമാറ്റിക്കലി സം ലെഫ്റ്റ് എന്നുള്ള ഫോർമുല വന്നിരിക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഓക്കെ പറയാം. അപ്പം എ എന്നുള്ള സെയിൽസ്മാന്റെ ടോട്ടൽ സെയിൽസ് ആണ് നമുക്ക് ഈ ടോട്ടൽ എന്നുള്ള കോളത്തിൽ വന്നിട്ടുള്ളത്. ഇനി താഴെയുള്ള റോകളിലും എനിക്ക് ആ ടോട്ടൽ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, F4 എന്നുള്ള കീ പ്രസ് ചെയ്യാം, വീണ്ടും F4 പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് ABC എന്നുള്ള സെയിൽസ്മാൻമാരുടെ ഓരോരുത്തരുടെയും ടോട്ടൽ സെയിൽസ് കിട്ടും. ഇനി എനിക്ക് ലാസ്റ്റ് റോയിലെ ലാസ്റ്റ് കോളത്തിൽ എനിക്ക് വേണ്ടത് ഈ 3 സെയിൽസ്മാൻമാരുടെയും കൂടി ടോട്ടൽ സെയിൽസ് ആണ്. ഒന്നുകിൽ റീജിയൻ വൈസ് ടോട്ടൽ സെയിൽസ്, അതായത് സമ്മ് ലെഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സം എബവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഏത് കൊടുത്താലും ആൻസർ ഒന്നായിരിക്കും. അപ്പൊ ഞാൻ ഫോർമുലയിൽ ക്ലിക്ക് ചെയ്യുന്നു, സം എബവ് എന്നുള്ള ഓപ്ഷൻ വരുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ സെയിൽസ് എത്രയാണ് എന്നുള്ളത് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് വേർഡില് ടേബിളിൽ ഫോർമുല ഇൻസേർട്ട് ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.